ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നോക്കി റിസൾട്ടൊക്കെ പറയണം കേട്ടോ. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ മുടിക്ക് അങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാരണം ഏത് പ്രായത്തിലും മുടി വളരും. ഇനി വയസ്സായി ഇനി വളരില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. 100 വയസ്സായാലും ശരി, 1 വയസ്സായാലും ശരി, നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. നമ്മുടെ മനസ്സാണ്, പ്രായമല്ല കേട്ടോ മുടിക്ക് വേണ്ടത്. പിന്നെ മുടിയോടുള്ള സ്നേഹം, ഡെഡിക്കേഷൻ എല്ലാം ആണ് കേട്ടോ വേണ്ടത്. നമ്മൾ കെയർ ചെയ്യുക, മുടിയെ സ്നേഹിക്കുക. അപ്പോൾ മുടി ധാരാളമായിട്ട് വരും. അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ മുടി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് താരനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ താരൻ പോകാൻ വേണ്ടി ഒരു ചെറിയൊരു ടിപ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതെന്താണെന്ന് കാണിച്ചു തരാം. പോവാം. ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഔഷധം. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്താണ്? ഇതാണ് ആര്യവേപ്പ്. ഈ ആര്യവേപ്പ് ചൊവ്വയും വെള്ളിയായും പറിക്കരുത് കേട്ടോ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പറിക്കരുത്. പിന്നെ സന്ധ്യസമയത്ത് പറിക്കരുത് കേട്ടോ. ഇത് വളരെ നല്ലൊരു ഔഷധമാണ്. ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഇതെല്ലാം ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഇതാണ്, നമുക്ക് പറിച്ചെടുക്കാം. പറിച്ചിട്ട് ഇതുപോലെ വല്ല പ്രാണികളുണ്ടോയെന്ന് നോക്കണം കേട്ടോ. പ്രാണികളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കളയണം കേട്ടോ. ഇപ്പം മഴയൊന്ന് മാറി നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ വന്നത് പറിക്കാനായിട്ട്. പെട്ടെന്നായിരിക്കും മഴ വരാൻ പോകുന്നത്. എന്താ, ഇതിൻ്റെ ഇലയാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ നീരെടുക്കും. നീരെടുത്തിട്ടാണ് ഇതിൽ നിന്ന് നമ്മൾ തല തേക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആര്യവേപ്പിൻ്റെ ഇല കേട്ടോ. ഇതൊരു ദൈവിക സങ്കല്പം കൂടിയുണ്ട് ഇതിൽ കേട്ടോ. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് ചൊവ്വയും വെള്ളിയും പറിക്കരുത്, സന്ധ്യയ്ക്ക് പറിക്കരുത്, പിന്നെ അശുദ്ധിയായിരിക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് പോവരുത്, പറിക്കരുത് എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ കുളിപ്പിക്കുന്ന ദിവസം ഉണ്ടല്ലോ, കുളിപ്പിക്കുന്ന ദിവസം 15-ാം ദിവസം കുളിപ്പിക്കുമല്ലോ. ഇപ്പൊക്കെ നേരത്തെയാണ്, പണ്ടൊക്കെ 15 ദിവസം കഴിയണം കുളിപ്പിക്കുമ്പോൾ. അപ്പം നമ്മൾ ഇതും മഞ്ഞളും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കുന്നതൊക്കെ. അതുപോലെ ചിക്കൻ ബോക്സ് വന്ന് വരുമ്പോൾ മേലെല്ലാം കുരുക്കൾ പോലെ വരും, ബബിൾസ് പോലെയാണ്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ പോയിന്റ്സിലേക്കായിരിക്കും ആദ്യത്തെ ഒരു കുരു വരുന്നത് ചിക്കൻ ബോക്സിൻ്റെ. അതുപോലെ നടുവിനോ വല്ല ഇമ്പോർട്ടൻസ് സംഭവം എവിടെയാണോ അവിടേക്കായിരിക്കും ആദ്യം കണ്ടുവരുന്നത്. ചില സമയങ്ങളിൽ കണ്ടുവരുന്നത് വിരലിലായിരിക്കും ആദ്യം, അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഇത് കുരുക്കളായിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആ ബബിൾ പോലെയുള്ള കുരുക്കൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാന്തരുതെന്ന് പറയും. മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാട് വരും. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ മാന്തരുതെന്ന് പറയും. അപ്പം നമ്മൾ അതിനു വേണ്ടി ഇത് ഉപയോഗിക്കും കേട്ടോ. ഇത് കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചൊറിച്ചിലെടുത്തൊക്കെ കൊട്ടിയിരിക്കും. കൈ കൊണ്ട് മാന്താനേ പാടില്ല. പൊട്ടിയാൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് മാന്തുമ്പോൾ എന്താ പറ്റുക, അത് പൊട്ടും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് മാന്താൻ പറയുന്നത്, ചൊറിയാൻ പറയും കേട്ടോ, ചൊറിയാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ താരൻ പോകാൻ വേണ്ടിയിട്ട്, പേൻ പോകാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന്
കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇലകൾ മാത്രം എടുത്ത് അരച്ച്, അന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ പിഴിഞ്ഞെടുക്കുന്നത്, കോട്ടൺ തുണിയിൽ നമ്മൾ കെട്ടിയിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. അരയ്ക്കുമ്പോൾ അല്പം വെള്ളം തളിക്കോ ചേർക്കോ ചെയ്യാം കേട്ടോ, എന്നാലാണ് വേഗം അരച്ച് കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമ്മളെങ്ങനെ ഈ കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. തലയോട്ടിയിലും തലയിലും മറ്റേ മുടിയിലെല്ലാം നമ്മൾ കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. വേറെ ഒന്നും ഇടരുത് കേട്ടോ, സോപ്പും ഷാമ്പും ഒന്നും ഇടരുത്. അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അതല്ലെങ്കിൽ വേറെ ഇപ്പം സമയമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, ജോലിക്ക് പോകുന്നവർ എന്തായാലും സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ തേക്കാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇത് അങ്ങനെ തന്നെ തണ്ടോടുകൂടി വെള്ളം തിളപ്പിച്ചിടാം. തലേ ദിവസം തിളപ്പിച്ചിട്ടിട്ട് പിറ്റേ ദിവസം തല കഴുകുമ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് തല കഴുകാം കേട്ടോ. മുടിക്കൊക്കെ നല്ലതാണ്. വേറെ കീടങ്ങളോ പ്രാണികളോ കൊണ്ടുള്ള എന്തെങ്കിലും പേനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് കൊടുക്കണം. അപ്പോൾ മുടിയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഈ താരനും കൂടി നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള കുഞ്ഞു ടിപ്സാണ് ഇത്. വലിയ പൈസയൊന്നും ചിലവില്ലാത്ത മിക്കരുടെയും വീടുകളിൽ കാണും ഇത് അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് നീരെടുത്ത് കൊണ്ടുവരുന്നത് കാണിച്ചു തരാം കേട്ടോ. നീരെടുത്തിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ നീരെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇല മാത്രമായിട്ട് ഇങ്ങനെ ഉതിർത്തി എടുക്കണം കേട്ടോ. ഉതിർത്തി കഴുകിയിട്ട് വേണം കേട്ടോ. കഴുകിയിട്ട് ഉതിർത്തിയെടുക്കണം. ഇല മാത്രം മതി, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ നീരെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, അരച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാം. ബ്ലഡിൽ വരുന്ന ഇമ്പ്യൂരിറ്റി ഉണ്ടല്ലോ, ബ്ലഡ് മോശം രക്തമാകുന്നു എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ബ്ലഡ് ഇമ്പ്യൂരിറ്റീസ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ചൊറിച്ചിൽ വരുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിന് നമ്മൾ കഴിക്കുന്നത് ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ ക്യാപ്സൂൾ ഉണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ബ്ലഡ്, ഈ അശുദ്ധമായ ബ്ലഡിനെ മാറ്റി ശുദ്ധീകരിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. അതിന് ക്യാപ്സൂൾസ് ഇതുപോലെ ഇരിക്കും കേട്ടോ. അതിൻ്റെ ക്യാപ്സൂൾസൊക്കെ വേണ്ട. ഇതാണ് ഈ ആര്യവേപ്പിലയുടെ ക്യാപ്സൂള്. ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചൊറിച്ചിൽ, സ്കിൻ അലർജിയൊക്കെ ആയിട്ട് വരുന്നവരുണ്ടല്ലോ, ചൊറിച്ചിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ, ചൊറിച്ചിലൊക്കെ മാറാനായിട്ട്. അപ്പം ഇത് വളരെയധികം നല്ല ഉപകാരമാണ് ഇത് കേട്ടോ, ആര്യവേപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഇലകൾ ഉതിർത്തി എടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് നീരെടുക്കാം. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ആര്യവേപ്പിൻ്റെ ഇല, ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കാം കേട്ടോ. ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് നമുക്ക് നമ്മുടെ തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വേണം കേട്ടോ ഇത് തേക്കാൻ. തേച്ചിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളയണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് തേക്കണം കേട്ടോ. അപ്പം നമ്മുടെ തലമുടിയിലുള്ള ചൊറിച്ചിലും തലയുടെ ചൊറിച്ചിലും എല്ലാം മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നമസ്തേ.